കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് പുരസ്കാരം മട്ടന്നൂർ നഗരസഭയ്ക്ക് 40 ലക്ഷം രൂപയുടേതാണ് പുരസ്കാരം. തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷാണ് 2024-25 വർഷത്തെ അവാർഡ് പ്രഖ്യാപിച്ചത്. ലൈഫ് പദ്ധതിയിൽ 534 ഗുണഭോക്താക്കൾക്ക് നഗരസഭയിൽ വീട് നിർമ്മിച്ചു നൽകി. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 14 കുളങ്ങൾ നവീകരിച്ചു. പാലിയേറ്റീവ് രംഗത്ത് ഫിസിയോതെറാപ്പി സേവനം ഉൾപ്പെടെയുള്ള സെക്കൻഡറി യൂണിറ്റും ഏർപ്പെടുത്തി. ആരോഗ്യമേഖലയിൽ 3 വെൽനസ് സെന്ററുകൾ സ്ഥാപിച്ചു. നികുതി പിരിവിലെ വർധനവ്, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, അതിദരിദ്രർക്കുള്ള പദ്ധതികൾ, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഹാപ്പി ഏജ് പ്രോഗ്രാം, ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം, ഉറവിട മാലിന്യ സംസ്കരണം, ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായി. നാളിതുവരെ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരമെന്നും ഇത് മട്ടന്നൂർ ജനതയ്ക്ക് സമർപ്പിക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ N. ഷാജിദ് പറഞ്ഞു. നമ്മുടെ ലൈഫ് പദ്ധതിയിൽ 534 ഗുണഭോക്താക്കൾക്കാണ് നമ്മുടെ നഗരസഭയിൽ വീട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പണി പൂർത്തിയാക്കി എന്നുള്ളത് പുരസ്കാര നേട്ടത്തിൻ്റെ പരിഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാത്ത രീതിയിൽ നഗരസഞ്ചയം പദ്ധതിയിൽ 14 കുളങ്ങൾ നവീകരിച്ച് ഭൂഗർഭജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാം നേതൃത്വം കൊടുത്തത്. അതിൻ്റെ കൂടി പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പാലിയേറ്റീവ് രംഗത്ത് നാം ശ്രദ്ധ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല പാലിയേറ്റീവ് രംഗം. ആ രംഗത്ത് നേരത്തെ പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം കിട്ടുന്ന സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് കൂടി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. നഗരസഭയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഏറ്റവും ആധുനിക നിലവാരമുള്ള ലാബാക്കി നവീകരിക്കാൻ സാധിച്ചു. 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെമറ്റോളജി അനലൈസർ ഉൾപ്പെടെ സ്ഥാപിച്ച് സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സാ സൗകര്യങ്ങൾ, ടെസ്റ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് അവിടെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. ആരോഗ്യമേഖലയിൽ എടുത്തു പറയേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അവാർഡ് നിർണയ സമിതി പരിഗണിച്ചത് മട്ടന്നൂർ നഗരസഭയിൽ ആരംഭിച്ചിട്ടുള്ള 3 വെൽനസ് സെന്ററുകളാണ്. സംസ്ഥാനത്തെ മികച്ച ശുചിത്വ നഗരത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രോമിസിംഗ് സ്വച്ഛ് ഷഹർ ഓഫ് കേരള പുരസ്കാരവും വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ മികച്ച ജാഗ്രതാ സമിതിക്കുള്ള പുരസ്കാരവും മട്ടന്നൂരിന് ലഭിച്ചിരുന്നു. സ്വരാജ് ട്രോഫി 19-ന് നടക്കുന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭ അധികൃതർ ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.